വർഷ ഫ്രം MS സൊല്യൂഷൻസ്. അപ്പോൾ മക്കളെ, ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ബേസിക് മാത്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ബേസിക് മാത്സ്? നിങ്ങളിപ്പോൾ ഇനി അടുത്ത വർഷത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ബേസിക് മാത്സ്. കുറേ പേർക്ക് മാത്സ് ബുദ്ധിമുട്ടാവുന്നതും മനസ്സിലാവാത്തതിൻ്റെ ഒക്കെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക്സ് സെറ്റ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ള ഒരു ടോപ്പിക്കാണ് നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂനസംഖ്യകൾ. അപ്പോൾ അവിടുത്തെ ആ ഒരു കൺഫ്യൂഷനൊക്കെ ഇന്ന് നമുക്ക് പരിഹരിക്കാം. അപ്പോൾ ഈ നെഗറ്റീവ് നമ്പേഴ്സായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് ഇതിലുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം അങ്ങോട്ട് പഠിച്ച് സെറ്റാക്കി പോവാം. ഇനി അങ്ങോട്ടേക്കുള്ള വർഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ നെഗറ്റീവ് നമ്പേഴ്സ് നിങ്ങൾ റിയൽ ലൈഫിൽ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? നിങ്ങളിപ്പോൾ മുകളിലൊക്കെ പോകുന്ന സമയത്ത് ലിഫ്റ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പാർക്കിംഗ് ഒക്കെ അണ്ടർഗ്രൗണ്ട് ആണല്ലോ. അപ്പോൾ പാർക്കിങ്ങിൽ ഇങ്ങനെ ലിഫ്റ്റ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ -1, -2, -3 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലിഫ്റ്റ് താഴേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഒരു നമ്പറിൻ്റെ മുന്നിൽ ഒരു മൈനസ് ചിഹ്നിട്ട് കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ടെമ്പറേച്ചർ പറയാ, ഇപ്പോൾ -4 ഡിഗ്രി സെൽഷ്യസ് അല്ലെ -5 ഡിഗ്രി സെൽഷ്യസ്, അങ്ങനെ ഒരു മൈനസ് ചേർത്ത് പറയുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ് നമ്മുടെ റിയൽ ലൈഫിലുള്ള എക്സാമ്പിൾസാണ്. ഇനി നമുക്ക് നമ്മുടെ ഓപ്പറേഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ആ റൂളൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം. -2 + 3. അപ്പോൾ ഇവിടെ -2 ഉണ്ട്, പ്ലസ്സോ 3 ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് എഴുതുകയാണ്. മൈനസ് ഇവിടെ 2, പ്ലസ് ഇവിടെ 3. മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മൈനസും ഒരു പ്ലസും ചേർന്ന് കഴിഞ്ഞാൽ അതങ്ങോട്ട് വെട്ടിപ്പോവും, 0 ആകും. അപ്പം ഞാൻ ഈ മൈനസും പ്ലസും വെട്ടി, ഈ മൈനസും പ്ലസും വെട്ടി. ബാക്കിയോ ഒരു പ്ലസ് മാത്രം. അതായത് ഒരു പ്ലസ് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1. അപ്പോൾ -2 + 3ൻ്റെ ഉത്തരം എന്താ? +1 ആണ്, പോസിറ്റീവ് 1 ആണ് ഉത്തരം. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 3 - 5. അപ്പോൾ ഈ 3 എന്ന് വെറുതെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് പോസിറ്റീവ് ആണ്, പ്ലസ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അത് പ്ലസ്. ഇനി 5ഓ? 5ൻ്റെ മുന്നിലുള്ള സൈന് മൈനസ് ആണ്, അതായത് മൈനസ് ഇവിടെ 5 ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, വിചാരിക്കല്ല, അതാണ് സത്യം. അപ്പോൾ ഇവിടെ +3 എന്ന് പറയുമ്പോൾ ഞാൻ പ്ലസ് ഒരു 3 ഇട്ടു. ഓക്കെ, ഇനി 5 എന്താണ്? 5ൻ്റെ മുന്നിൽ മൈനസ് അല്ലേ? അപ്പോൾ മൈനസ് എത്ര ഉണ്ട് മക്കളെ? 5. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്ലസോ മൈനസോ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അത് വെട്ടിപ്പോയി. ഇത് വെട്ടി, ഇത് വെട്ടി, ഇത് വെട്ടി. ഇനി ബാക്കി ഇതാ ഇവിടെ എത്ര മൈനസ് ഉണ്ട്? 2 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ ആണോ? ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. -4 + 8. അപ്പോൾ ഇതാ ഇവിടെ മൈനസ് എത്ര ഉണ്ട്? 4. പ്ലസ് എത്ര ഉണ്ട്? 8. അപ്പോൾ ഞാനിവിടെ മൈനസ് ഇതാ 1, 2, 3, 4. പ്ലസ്സോ 8 അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ഈ മൈനസും പ്ലസും വെട്ടി, ഈ മൈനസും പ്ലസും ഇതൊക്കെ വെട്ടി. ഇനി ബാക്കി ഇതാ 1, 2, 3, 4. 4 പ്ലസ് ആണ് ഇവിടെ അവശേഷിക്കുന്നത്, അതായത് +4 ആണ് നമ്മുടെ ഉത്തരം. പക്ഷെ ഇത് എല്ലാ സമയത്തും പോസിബിൾ അല്ല. ഇപ്പോൾ വലിയ നമ്പേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ മൈനസും പ്ലസും ഒക്കെ നിരത്തി എഴുതാന്ന് പറയുന്നത് എപ്പോഴും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം? പ്രത്യേക റൂൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അഡീഷൻ വെച്ച് തുടങ്ങാം. അപ്പോൾ 2 പോസിറ്റീവ് സംഖ്യകളെ കൂട്ടുന്ന സമയത്ത് ഉത്തരം എന്തായിരിക്കും? നമുക്കറിയാവുന്നതാണ്, നമ്മൾ ചെറിയ ക്ലാസ് ഒക്കെ പഠിക്കുന്നതാണ്. ഇപ്പോൾ 3ഉം 5ഉം രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള സംഖ്യകളാണ്. ഇതിൻ്റെ മുന്നിൽ സൈൻ ഒന്നും എഴുതിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പോസിറ്റീവ് ആണെന്നാണ്. ഇത് രണ്ടും കൂട്ടുന്ന സമയത്ത് ഉത്തരം എന്താണ്? 8 ആണ്, അതായത് +8 ആണ്. അപ്പോൾ പോസിറ്റീവും കൂട്ടുമ്പോൾ ഉത്തരം പോസിറ്റീവ്. ഇനി നെഗറ്റീവ് ആണെങ്കിലോ? നിങ്ങൾ നെഗറ്റീവ് സംഖ്യയും അതേപോലെ നെഗറ്റീവ് സംഖ്യയാണ് കൂട്ടുമ്പോൾ ഉത്തരം എന്താണ്? ഇപ്പോൾ -3 പ്ലസ് -5. -3 + -5. മക്കളെ, ഇവിടെ പ്ലസും മൈനസും ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് പ്ലസിന് വലിയ വിലയൊന്നുമില്ല, മൈനസിനാണ് ഇവിടെ പ്രയോറിറ്റി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനിങ്ങനെ മാറ്റി എഴുതാം. -3 -5. ആ പ്ലസ് അവിടെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ -3 -5 എന്ന് കൊടുക്കാം. ഓക്കെ, 2 സംഖ്യകൾ സെയിം സൈൻ ആണെങ്കിൽ, ഒരേ ചിഹ്നമാണെങ്കിൽ സംഖ്യകളെ കൂട്ടുക, ആ സൈൻ എന്താണോ അത് ഇടുക. അതല്ലേ ഇവിടെ ഇപ്പോൾ ചെയ്തത്. ഈ 3ഉം 5ഉം പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സംഖ്യകളെ കൂട്ടി പോസിറ്റീവ് സൈൻ ഇട്ടു. അതേപോലെ 2 നമ്പേഴ്സ് എന്താ? സെയിം സൈൻ ആണ്, നെഗറ്റീവ് ആണെങ്കിൽ ആ സംഖ്യകളെ ആഡ് ചെയ്യാം. 3ഉം 5ഉം കൂട്ടിയാൽ 8. എന്നിട്ട് ആ സൈൻ എന്താണ്? 2 സംഖ്യയുടെ സൈൻ നെഗറ്റീവ് ആണ്, അപ്പോൾ -8. ഇതാണ് നമ്മുടെ ഉത്തരം വരിക. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാനും നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യാനും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും ആണെന്ന സമയത്തോ, ഇതാ ഇവിടെ 3 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, 5 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഉത്തരം വരിക? അപ്പോൾ മക്കളെ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഓപ്പോസിറ്റ് സൈന് വരുന്ന സമയത്ത് ആഡ് ചെയ്യുമ്പോൾ
വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക, വലുതിന്റെ സൈൻ ഇടുക. ഇപ്പൊ തന്നെ പഠിച്ചോ, വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക, എന്നിട്ട് വലുതിന്റെ സൈൻ. ഇപ്പൊ ഇവിടെ വലിയ നമ്പർ ഏതാ? 5. 5 നിന്ന് 3 കുറച്ചാൽ എത്ര കിട്ടും? 2. ഇനി വലിയ നമ്പർ ഏതാ? 5 ആണല്ലോ. 5ന്റെ സൈൻ ഇവിടെ എന്താ? പോസിറ്റീവ്. അപ്പൊ +2. ഓക്കെ, അപ്പൊ ഇതാണ് റൂള്. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക, വലുതിന്റെ സൈൻ ഇടുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ അഡീഷനായി ബന്ധപ്പെട്ട്. ഇനി സബ്ട്രാക്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, 2 പോസിറ്റീവ് നമ്പേഴ്സ് മൈനസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 7ൽ നിന്ന് 3 കുറച്ചാൽ പോസിറ്റീവ് ആണ്. ഓക്കെ, അതായത് ഇത് വലിയ നമ്പർ ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഉത്തരം കിട്ടും. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, നമ്മുടെ 3ൽ നിന്നാണ് 7 കുറയ്ക്കുന്നതെങ്കിലോ, അപ്പോൾ ഇവിടെ കാര്യം മാറിയിട്ടുണ്ട്. 3 ഇവിടെ പോസിറ്റീവാണ്, 7ന്റെ മുന്നിലുള്ള സൈന് മൈനസ് അല്ലേ, അപ്പോൾ 7 എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 7ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 4. വലുതിൻ്റെ ചിഹ്നം എന്താ? മൈനസ് അല്ലേ, അപ്പം -4 ആണ് ഉത്തരം വരിക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? 2 പോസിറ്റീവ് നമ്പേഴ്സ് കഴിഞ്ഞു, ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവും ആയിട്ടുണ്ട്. ഇനി 2 നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിലോ, ഇപ്പോൾ -3 -7 ഒരു നെഗറ്റീവ് നമ്പറും അതേപോലെ മറ്റൊരു നെഗറ്റീവ് നമ്പറും. അപ്പോൾ മക്കളെ 2 നെഗറ്റീവ് ഇതാ ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത്, ഈ മൈനസും ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് അതെന്താകും? അതൊരു പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ -3 + 7 എന്ന് വരും, -3 + 7 എന്ന് വരും. അപ്പോൾ പിന്നെയും നമ്മൾ പഠിച്ച റൂളിലേക്ക് എത്തി. ഒരു നമ്പർ നെഗറ്റീവും ഒരു നമ്പർ പോസിറ്റീവും ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇടുക. 7ൽ നിന്ന് 3 പോയാൽ 4, വലുതിൻ്റെ സൈൻ എന്താ? പോസിറ്റീവ് ആണ്. അപ്പോൾ +4 ആണ് ഉത്തരം വരിക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെയാണ്, ഈസിയാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. 2 പോസിറ്റീവ് സംഖ്യകളെ ഗുണിക്കുന്ന സമയത്ത് ഉത്തരം പോസിറ്റീവ് അല്ലേ? ഇപ്പോൾ 5 × 3 രണ്ടും പോസിറ്റീവ് ആണ്, 15 ആണ്, പോസിറ്റീവ് ആണ് ഉത്തരം. ഇനി 2 നെഗറ്റീവ് സംഖ്യകളെ ഗുണിക്കുമ്പോഴോ, 2 നെഗറ്റീവ് സംഖ്യകളെ ഗുണിക്കുമ്പോഴും ഉത്തരം പോസിറ്റീവ് ആണ്. ഇപ്പൊ -5 × -3 ആണെങ്കിൽ ആ നെഗറ്റീവും വെട്ടിപ്പോയി +15 എന്ന് ഉത്തരം വരും. ഇനി ഒരു സംഖ്യ നെഗറ്റീവും ഒരു സംഖ്യ പോസിറ്റീവും ആണെങ്കിൽ, ഇപ്പൊ നെഗറ്റീവ് × പോസിറ്റീവ് ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഉത്തരം എന്തായിരിക്കും? നമ്മളിങ്ങനെ പറയും, ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് ആയിരിക്കും പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്യുന്നത് പറയില്ലേ? അപ്പോൾ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഉത്തരം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ -5ഉം 3ഉം പോസിറ്റീവ് 3 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -15 ആയിരിക്കും ഉത്തരം വരിക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഡിവിഷനും. പോസിറ്റീവ് ഡിവൈഡഡ് ബൈ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഉത്തരം എന്താ? പോസിറ്റീവ്. ഓക്കെ, ഇപ്പോൾ 21നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ഉത്തരം കിട്ടുക? +3. ഇനി നെഗറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് എന്ന് വരുമ്പോഴോ, അതും ഉത്തരം പോസിറ്റീവാണ്. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയാണ്, ഈ മൈനസും വെട്ടിപ്പോയി ഉത്തരം പോസിറ്റീവ് എന്ന് കിട്ടും. ഇപ്പോൾ -21 ഹരിക്കണം -7, മൈനസും വെട്ടി -3 എന്ന് വരും. ഇനി ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആകുമ്പോഴോ, ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആവുന്ന സമയത്ത് ഉത്തരം മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ നെഗറ്റീവ് ആയിരിക്കും ഉത്തരം വരിക. അപ്പോൾ അതാ എക്സാമ്പിൾ, -21 അല്ലെങ്കിൽ +21 ഹരിക്കണം -7 ആണെങ്കിൽ ഉത്തരം വരിക -3. മനസ്സിലായോ മക്കളെ? ഇവിടെ ഞാൻ പ്ലസ് ആട്ടോ. ഓക്കെ, അതായത് നെഗറ്റീവും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് വെട്ടിപ്പോകും, പ്ലസ് ആണ് ഉത്തരം വരിക കേട്ടോ. എഴുതിയപ്പോൾ മാറിപ്പോയതാ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ്. ഇനി നമുക്ക് ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് നമുക്ക് നിർത്താം. അപ്പം -4 -12 രണ്ടും സെയിം സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? കൂട്ടിയിട്ട് ആ നെഗറ്റീവ് സൈൻ ഇടാം. അപ്പോൾ നെഗറ്റീവ് സൈൻ ആദ്യമേ അവിടെ ഇട്ട് വെച്ചോ. 4ഉം 12 കൂട്ടി എത്രയാ? 16 -16. ഇതാ -2ഉം 7ഉം ഓപ്പോസിറ്റ് ചിഹ്നങ്ങൾ വന്നു കഴിയുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ സൈന്. 7ൽ നിന്ന് 2 കുറച്ചാൽ എന്ത് കിട്ടും മക്കളെ? 5. വലുതിൻ്റെ ചിഹ്നം എന്താ? പോസിറ്റീവ്. അപ്പോൾ +5. ഓക്കെ, ഇനി 3 + 6 രണ്ടും പോസിറ്റീവ് ആണ്, +9 ആണ് ഉത്തരം വരിക. അതിപ്പോൾ 9 എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തത് -4 × 5 ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ ഉത്തരത്തിൽ എന്ത് വരും? നെഗറ്റീവ്. പിന്നെ 4 × 5 20. ഇനി ഇതാ -8 -2 ഇവിടെ നോക്ക്, മൈനസും അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു? അത് പ്ലസ് ആകും. -8 + 2 എന്നാകും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മൈനസും പ്ലസും അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ പ്ലസിന് വിലയില്ല, പ്ലസ് പോയി, മൈനസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ മൈനസും വന്നുകൊണ്ട് അത് പ്ലസ് ആവും കേട്ടോ. അപ്പോൾ -8 + 2 വന്നു കഴിഞ്ഞാൽ വലുത് 8ൽ നിന്ന് 2 കുറയ്ക്കാം.
അപ്പോൾ 6. ഇനി 8ന്റെ ചിഹ്നം എന്താ? നെഗറ്റീവ്, -6. ഇനി -18 ഡിവൈഡഡ് ബൈ -3, രണ്ടും എന്താ മക്കളെ? നെഗറ്റീവ് ആണ്. അപ്പോൾ -18 ഇങ്ങനെ എഴുതി നോക്കാൻ വേണമെങ്കിൽ, അപ്പോൾ നെഗറ്റീവ് നെഗറ്റീവ് വെട്ടിപ്പോയിട്ട് ഉത്തരം പോസിറ്റീവ് ആണ്. 18നെ 3 കൊണ്ട് ഹരിച്ചാൽ 6 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് -2 + 2 ഒരേ സംഖ്യ ഓപ്പോസിറ്റ് ചിഹ്നമാണെങ്കിൽ ഉത്തരം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇപ്പോൾ -10 + 10 ആണെങ്കിലോ ഉത്തരം 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ തരാം. -3 × 2 എന്താണെന്നൊന്ന് കണ്ടുപിടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ മാറി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ബാച്ചിലൊക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൂടാതെ ബേസിക് മാത്സിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, സമയം കളയാതെ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോളാം. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.